ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള സോൾഡറിങ് അയൺ യൂസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ അത് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു PVC കട്ടറാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ 35 വാട്ടിൻ്റെ ഒരു വുഡൻ ഹാൻഡിലുള്ള ഒരു സോൾഡറിങ് അയൺ ആണ്. ഇത് പഴയ ടൈപ്പിലുള്ള സോൾഡറിങ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിലമെൻ്റ് എന്ന് വെച്ചാൽ നിക്രോം ടൈപ്പിലുള്ള ഫിലമെൻ്റ്, ഫ്ലാറ്റായിട്ട് ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ആ ഫ്ലാറ്റായിട്ട് ഇരിക്കണോണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്തൊരു മെറ്റൽ പീസ് വെച്ച് നമുക്കൊരു കട്ടർ അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എന്താണ്. വളരെ സിമ്പിൾ, വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒന്നുമില്ല. ഫിലമെൻറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് 35 വാട്ടിൻ്റെ. ഈ ടൈപ്പ് സോൾഡറിങ് അയൺ തന്നെ വാങ്ങിക്കണം കേട്ടോ, എങ്കിലേ നമുക്കിത് വർക്കൗട്ട് ആവുള്ളൂ. മറ്റേ സാധാരണ റൗണ്ട് ടൈപ്പിലൊന്നുള്ളതൊന്നും വർക്കൗട്ട് ആവില്ല. ഈ ടൈപ്പ് തന്നെ വേണം. കാരണം നിങ്ങൾക്ക് ആ ഫിലമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇടയിൽ കൂടെ. ഏതായാലും ഞാനത് പൊളിച്ച് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കട്ടറിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അതായത് ഈ നൈഫിനകത്തുള്ള ബ്ലേഡാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ടൈപ്പ് നൈഫ് കിട്ടും. അപ്പോൾ അതിനകത്തുള്ള ബ്ലേഡാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. എൻ്റെ ഈ വലുത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വലുത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലേഡിനെ മാക്സിമം ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ ഇടയിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഹീറ്റ് ഈ ബ്ലേഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലാണ് വെക്കാൻ നോക്കുന്നത്. ചെറിയ ബ്ലേഡ് ആയിരുന്നെങ്കിൽ സൂപ്പറായിട്ട് അതിൻ്റെ ഇടയിൽ ഇരുന്നേനെ. ഇത് നമുക്ക് ശ്രമിച്ചു നോക്കാം. നമുക്കതിന് മുമ്പ് ഈ ബ്ലേഡിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 2 പ്ലെയറൊക്കെ ഉപയോഗിച്ച് ചെയ്യണം. കൈ കൊണ്ട് പിടിച്ചൊന്നും ചെയ്യരുത്, ഇല്ലെങ്കിൽ മുറിവ് വരും. കാരണം വെച്ചാൽ ബ്ലേഡിൻ്റെ ലെങ്ത് കുറയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ലെങ്ത് കൂട്ടണനുസരിച്ച് ഹീറ്റ് എഡ്ജിലെത്തേണ്ട ടൈം കൂടുതലായിരിക്കും, പെട്ടെന്ന് തണുത്തു പോകും, അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ ചെറിയ ബ്ലേഡ് ആക്കാൻ തന്നെ മാക്സിമം ശ്രദ്ധിക്കണം. എങ്കിലേ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഈ ഫിലമെൻറ്റിലുള്ള ഹീറ്റ് ഇതിൻ്റെ ടിപ്പിൽ എത്രയും പെട്ടെന്ന് എത്തത്തക്ക വിധത്തിൽ വേണം വെക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് കണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം. അതിന് പകരം കോപ്പറായിട്ടുള്ള എന്തെങ്കിലും കിട്ടുമെങ്കിൽ കോപ്പർ ഇതില്ലേ, കോപ്പറായിട്ടുള്ള ഇതും ഇത് കോപ്പറല്ല. ഈ സാധനം കാരണം നമ്മൾ കോപ്പറായിട്ടുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ സോൾഡറോൺ അങ്ങനത്തെ ഒക്കെ തെർമോസ്റ്റാറ്റ് കൺട്രോളും അങ്ങനത്തെയൊക്കെ വരുന്നതിന് മാത്രമേ കോപ്പറുള്ളൂ. ഇത് കോപ്പറല്ല. ഈ സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലും അല്ല, ഇരുമ്പ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ഞാനിത് ഉരച്ച് നോക്കിയപ്പം ഇതിനകത്ത് കോപ്പറിൻ്റെ അംശമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ കുറഞ്ഞതാണല്ലോ. മറ്റേ നമുക്കറിയാലോ ടിപ്പിന്, മറ്റേ സോൾഡറിങ് അയണിൻ്റെ ടിപ്പിന് എന്തുമാത്രം വിലയുണ്ടെന്ന്. അപ്പം ഇത് ഒരു കോപ്പർ വല്ലതും കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇതേപോലത്തെ കോയിൽ ടൈപ്പിലുള്ള സോൾഡറിങ് അയണൊക്കെ ചൂടാവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ എടുത്താലേ നല്ല ടെമ്പറേച്ചറിൽ ചൂടാവുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് 35 വാട്ടാണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് 65 വാട്ടിലോട്ട് കണക്ട് ചെയ്ത്. കാരണം ഇതിപ്പം കട്ട് ചെയ്യുമ്പം ഒന്ന് ലാഗായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം കുറച്ച് സമയം എടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ടെമ്പറേച്ചർ കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഇത് കട്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടാവും. പക്ഷേ ഒരു എന്താ പറയുക, നമ്മൾ ഈ ബ്ലേഡ് ഇട്ട പേപ്പറൊക്കെ കട്ട് ചെയ്യില്ല, അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കട്ടാവണില്ല. അതിന് പകരം വളരെ സ്ലോ ആയിട്ട് ആണ് കട്ടാവുന്നത്. പക്ഷേ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ ബ്ലേഡ് ഇട്ട് നമ്മൾ പേപ്പർ കട്ടിയില്ല, അതുപോലെ കട്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിനെ അപ്ഗ്രേഡ് ചെയ്ത് 35 വാട്ടിന് അയണിനെ മാറ്റിയിട്ട് 65 വാട്ടിൻ്റെ ഈ ടൈപ്പിലുള്ള അയണാക്കി. അത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ചുട്ട് പഴുത്ത് നല്ല കിടിലുമായിട്ട് വെച്ചിട്ടുണ്ട്. അത് കോപ്പറും കൂടെ ചേർത്തിട്ടാണ്. കാരണം കോപ്പർ ഞാൻ എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സോൾഡറിങ് ടിപ്പില്ലേ, അതിനെ അടിച്ച് ചിറ്റിയിലിട്ട് അടിച്ച് ചപ്പിച്ച് ഇതിനകത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. ചെറിയ ബ്ലേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ചൂടാവും, വളരെ പെട്ടെന്ന് തന്നെ കട്ടാവും. ഇതുപോലെ ലാഗൊന്നും ആവില്ല. അപ്പം നിങ്ങളും ഉണ്ടാക്കുമ്പം ഇതേപോലത്തെ 65 വാട്ടിൻ്റെ അയൺ നോക്കണം. അല്ലെങ്കിൽ 65 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെയൊക്കെ കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ്. കാരണം പെട്ടെന്ന് അങ്ങനെ കാര്യം നടക്കും. കാരണം നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് ചെയ്യണം തന്നെ അറിയാം. ഇതിനകത്ത് ഇപ്പം 35 വാട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണതന്നെ ഇങ്ങനെയാണ്. മറ്റേത് നമ്മൾ നല്ല ഹീറ്റാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല പെട്ടെന്ന് തന്നെ കട്ടാവും. പിന്നെ ഈ കട്ടർ കൊണ്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോണിക്സുകാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ PVC ഒക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും ക്യാബിനറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കൂലേ, അപ്പോൾ അതിന് യവനാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഒരു ഹാക്സാ ബ്ലേഡ് ഇട്ടോ അങ്ങനെയൊന്നും കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതിട്ട് കട്ട് ചെയ്യുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു തുള്ളി പൊടി പോലും നമ്മുടെ ടേബിളിലോ ഒരിടത്തും വീഴില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യം നടക്കും. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ PVC കട്ട് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് കാര്യം, ആ ഒരു സ്മെല്ല് ആ റൂമിൽ കാണും. അത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പോകും. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലേഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ആ ചൂടത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഉണങ്ങിയിരിക്കും. പിന്നെ രണ്ടാമത് ചൂടാക്കി അതിനെ ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പം തന്നെ അങ്ങ് ചെയ്താൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങ്
തീരും. ഞാൻ പിന്നെ അടിപൊളിയായിട്ട് കുറച്ച് ടെസ്റ്റിങ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. അത് കണ്ടിട്ട് കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങളിത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് കൊള്ളാമെങ്കിലെന്ന്. കാരണം ഇതെന്ന് പറഞ്ഞാൽ 35 വാട്ട് അയണാണ്, വലിയ ബ്ലേഡാണ്, കോപ്പർ ടിപ്പല്ല. നിങ്ങളിത് 65 വാട്ട് അയൺ, ചെറിയ ബ്ലേഡ്, കോപ്പർ ടിപ്പ് യൂസ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഒരു അടിപൊളി വീഡിയോ തന്നെയല്ലേ ഇത്. കാരണം ഒരു ഇലക്ട്രോണിക്സ് റിപ്പയർ അല്ല, ഇലക്ട്രോണിക്സ് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണിത്. കാരണം വെച്ചാൽ നമുക്ക് ഓരോരോ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്യാബിനറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ PVC കട്ട് ചെയ്ത് ചൂടാക്കി ഫ്ലാറ്റൻ ചെയ്തിട്ട് നമ്മൾ ആ ക്യാബിനറ്റ് വളച്ച് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി ടൂളാണിത്. മാത്രമല്ല ഒറ്റ പൊടിയൊന്നും വീഴില്ല. അതുപോലെ തന്നെ മറ്റൊരു ടൂളാണ് തെർമോക്കോൾ കട്ടർ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ അമ്മമാരെടുത്ത് സ്കൂളുകളിലുള്ളവർ ഓരോ മോഡൽ ഉണ്ടായിക്കൊണ്ട് വരാൻ പറയും തെർമോക്കോളിലൊക്കെ. അപ്പം അന്ന് ബ്ലേഡ് ഇട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യണം. ചിലപ്പം ബ്ലേഡ് മെഴുകുതിരിയിൽ വെച്ച് ചൂടാക്കി കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം അതങ്ങനെ കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമേ. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ ഒരു 100 രൂപയ്ക്ക് താഴെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്. ഓക്കെ, കുട്ടികൾക്ക് വേണമെങ്കിൽ അതിനെ വളരെ ലാഘവത്തോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.